ചരിക്കുന്ന ലോകവും ചരിക്കാത്ത ലോകവും. അതെ, ഇതൊരു ലോകക്രമം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ. തീർച്ചയായിട്ടും. അതെന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതല്ലേ, അല്ലാതെ പുതിയൊരു ലോകക്രമത്തിലേക്ക് പോവുക എന്നുള്ളതാണോ? ഇപ്പൊ ചരിക്കുന്ന ലോകവും ചരിക്കാത്ത ലോകവും ഇവിടെ ക്രമം കൃത്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുക യുഗാന്തരങ്ങളായി. നമ്മുടെ അറിവ് എത്രമാത്രം നമ്മൾക്ക് ചിന്താശേഷി പുറകോട്ടുണ്ടോ അത്രയും കോടിക്കണക്കായ വർഷങ്ങൾ മുതൽ ഇപ്പോഴും ചരിക്കുന്ന ലോകവും ചരിക്കാത്ത ലോകവും ഒരു പ്രത്യേക ആംഗിളിൽ നിരന്തരം പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പൊ അതിൽ നിന്നും പുതിയതൊന്ന് കണ്ടെത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതെന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതല്ലേ ആദ്യത്തെ ആവശ്യം. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് മോഹൻജി. നമ്മളിപ്പോൾ ഈ 10, 15, 20 ദർശനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ ദർശനങ്ങളെ നമുക്ക് സ്റ്റഡി ചെയ്ത് തീർക്കാൻ സാധിക്കില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദർശനങ്ങളിലേക്ക് പെട്ടെന്ന് എല്ലാത്തിലേക്കും എത്തുക, എല്ലാത്തിലും വേണ്ട രീതിയിൽ നമ്മളുടെ കണ്ണുടക്കുക, മനസ്സെത്തുക, നമ്മൾ ബ്രെയിനിലേക്ക് അത് ആവാഹിക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് സാധ്യമല്ലാത്തൊരു കാര്യമാണ്. അതെ. അപ്പോൾ ഇത് ഇപ്പോൾ ശ്രീരാമ സിദ്ധാന്തം ഇവിടെയുണ്ട്, പഞ്ചഭൂത സിദ്ധാന്തം ഇവിടെയുണ്ട്, മോഹൻജി പറഞ്ഞ പോലെ നവഗ്രഹ സിദ്ധാന്തം ഇവിടെയുണ്ട്, ഈ ചാർവാക സിദ്ധാന്തങ്ങൾ ഇവിടെയുണ്ട്, ജൈന ബുദ്ധ എല്ലാം ഇവിടെയുണ്ട്. പക്ഷെ ഇത് പല കാലങ്ങളിൽ സംഭവിച്ചതാണ്. ഇതിൻ്റെ സത്ത് എടുത്തിട്ട് ഭാരതത്തിൻ്റെ ഒരു പുതിയ ദർശനം അത് നമ്മൾ അറിയുമ്പോഴാണ്, അതാണ് പ്രണവവേദയും അർത്ഥമാക്കുന്നത്. ഈ എല്ലാ ദർശനങ്ങളും മതവാദ സിദ്ധാന്തങ്ങളിലെ നന്മയും അതല്ല മതേതരമായിട്ടുള്ള അല്ലെങ്കിൽ അധിഷ്ഠിതമല്ലാത്ത ശാസ്ത്രചിന്തയും ഇതെല്ലാം ഇവിടെ ആവശ്യമാണ്, രാഷ്ട്രചിന്തയും ആവശ്യമാണ്. അങ്ങനെയുള്ള നല്ല ദർശനങ്ങളിലേക്ക് പോകണമെങ്കിൽ ഇതിനെ ഏകോപിപ്പിച്ച് ഒറ്റ പാക്കറ്റിലാക്കി വെക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കാലഘട്ടത്തിൽ എൻ്റെ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്, ഞാൻ ജനിച്ച് വളർന്നത് ക്രിസ്തീയ മതത്തിലായതുകൊണ്ട് ബൈബിൾ പറയുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് എനിക്ക് ഒരു കാര്യം പിടികിട്ടിയത്. ബൈബിൾ എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇസ്രായേൽ വംശജർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ്ലി എഴുതിയൊരു കാര്യത്തെ അതുപോലെ നമുക്ക് ഭാരതത്തിൽ കൊണ്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അതിനകത്തുള്ള എസൻസ് മനസ്സിലാക്കുക, എന്താണ് അതിനകത്ത് കോറായിട്ടുള്ള ആത്മീയത, അത് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ അവരുടെ കൾച്ചറും അവരുടെ ആ സാഹചര്യങ്ങളിൽ എഴുതിയ കാര്യങ്ങളെയൊന്നും അതുപോലെ നമുക്ക് ഭാരതത്തിൽ അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇത് പറയുമ്പോൾ ഭാരതത്തിലുള്ള ക്രിസ്ത്യാനികൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാരണം അവർ കണ്ടുവച്ചിരിക്കുന്നത് അത് മാത്രമല്ല സർവ്വതും. അതെ, അതൊരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആ സമൂഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ നമുക്ക് അഡോപ്റ്റ് ഒരിക്കലും പറ്റത്തില്ല. സോ ഇതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ കാര്യമാണെങ്കിലും ബുദ്ധമതമാണെന്നുണ്ടെങ്കിലും അതിൻ്റെ കോറായിട്ടുള്ള കാര്യത്തെ നമുക്ക് ഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിനകത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. സോ ഞാൻ ഈ കാലഘട്ടത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്കിപ്പോൾ ഖുറാൻ പോയിട്ട് ആദ്യം മുതൽ അവസാനം വരെ പഠിക്കാനായിട്ട് ഈ ജന്മത്തിൽ എന്തായാലും പറ്റില്ല. വേദങ്ങൾ പഠിക്കാനായിട്ട് ഒരു വേദം പോലും പഠിച്ചു തരുമെന്ന് എനിക്കറിയത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. ഇതിപ്പോൾ സന്തോഷ് ജീവനായിട്ട് ഞാനിങ്ങനെ ഒരു ആശയവിനിമയം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുരുഷായുസ് കൊണ്ട് നേടിയ അറിവ് എനിക്ക് പകർന്നു തരുവാണ്. അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. മോഹൻജിയുമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങളിലിരിക്കുന്ന കുറേ അറിവുകൾ എനിക്ക് സ്വീകരിക്കാൻ എളുപ്പമാണ്. നിങ്ങളത് ഒരുപക്ഷെ 10, 35, 40 വർഷം കൊണ്ടായിരിക്കും നിങ്ങളത് ആർജിച്ചെടുത്തിരിക്കുന്നത്. പക്ഷെ അതെനിക്ക് ചുരുങ്ങിയൊരു സമയം കൊണ്ട് നിങ്ങളുമായിട്ടുള്ള ഒരു അസോസിയേഷനകത്തുനിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതാ. അപ്പോൾ വേദങ്ങൾ പറയുന്നത് എന്താ, പ്രണവവേദം പറയുന്നത് എന്താ, ബൈബിൾ പറയുന്നത് എന്താ, ബുദ്ധമതം പറയുന്നത് എന്താ, ഇങ്ങനെ ഞാൻ അതിൻ്റെ സത്യം മനസ്സിലാക്കിയിട്ട് ഞാൻ ജനങ്ങളിലേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇതെല്ലാം കൂടെ കോർത്തിണക്കി അടുത്ത കാലഘട്ടത്തിൽ വരാൻ പോകുന്ന തലമുറയ്ക്ക് ഇതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. നിങ്ങളിങ്ങനെ ഇങ്ങനെ ഓടി നടക്കേണ്ട ആവശ്യമില്ല, അലഞ്ഞു തിരിയേണ്ട ആവശ്യമില്ല. ഇത് മനസ്സിലാക്കിയാൽ ഇതെല്ലാം മനസ്സിലാക്കിയത് തുല്യമാണെന്ന് പറയാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു സന്തോഷ് പറഞ്ഞു വന്നതും അതെ, തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള ദീക്ഷയിലാണ്. ആരും കൊടുത്തതല്ല. ഇത് പ്രത്യേകമായ കാർമ്മികത്വം നടത്തിയെടുത്ത ദീക്ഷയല്ലല്ലോ, ഒരിക്കലും അല്ല. ഇത് സ്വയം ഒരു ത്യാഗ മനോഭാവത്തിലൂടെ മറ്റുള്ളവർ കാണുമ്പോഴത്തേക്ക് അവന് ധാർഷ്ട്യമാണ്, അവൻ ദുരുദ്ദേശകനാണെന്നൊക്കെയാണ് മറ്റുള്ളവർ പറയുന്നത്. പക്ഷെ നമുക്കറിയാം എന്തോരം പെയിനിലൂടെ കടന്നു പോയിട്ടാണ്, എന്തോരം വ്യഥകളിലൂടെ കടന്നു പോയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യത്തെ പബ്ലിക്കിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ളത്.